ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് ഇപ്പോൾ ഹൈക്കോടതി ഇഡിയുടെ അന്വേഷണം കൂടി വരികയാണ്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. CPM-ലേക്കൊക്കെയാണ് ഇതിന്റെ കാരണം. 10 കൊല്ലം കൊണ്ട് ഭരിക്കുന്നത് CPM ആണ്. CPM-ന്റെ പല നേതാക്കന്മാരിലേക്കുമാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ വെറുതെ വിടുന്നത്, അല്ലെങ്കിൽ BJP വെറുതെ വിടുന്നത്? ഇപ്പൊ BJP നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ എന്താണ് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഈ കോൺഗ്രസിലെ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളുമാരുമായി ഒക്കെ നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നു. പ്രത്യേകിച്ച് പ്രയാർ ഗോപാൽ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിലും പറയണം, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നു. എന്നിട്ടും കോൺഗ്രസിന് ബാധ്യതയില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസിന് എന്താണ് ബന്ധം എന്നുള്ളത് പറയാൻ? ഇപ്പോഴും ഈ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയൊരു പ്രക്ഷോഭമൊന്നും ഉയർത്തുന്നില്ല. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കോൺഗ്രസും പൂഴ്ത്തിവെക്കുന്നുണ്ട്, CPM-ഉം പൂഴ്ത്തിവെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താ? ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 1-ാം പ്രതിയാക്കിയും പത്മകുമാറിനെ 2-ാം പ്രതിയാക്കിയും കേസ് അങ്ങ് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് തന്ത്രപരമായിട്ട് SIT നടത്തുന്നത്. ഈ രീതിയിലാണ് വിമർശനം. അങ്ങനെയാണ് ഹൈക്കോടതി ചോദിച്ചത്, എന്താണ് ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തത് എന്ന് പറഞ്ഞാൽ DIGയുടെ പിതാവായതുകൊണ്ട് ഒരാളെ ചോദ്യം ചെയ്തില്ല. അയാളെ ഇതൊരു ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചില്ല. ഇനി N. വിജയകുമാർ എന്ന് പറഞ്ഞ ആളുടെയും ശങ്കർദാസിനെയും ചോദ്യം ചെയ്യണമെന്നാണ് പരോക്ഷമായി പറയുന്നത്. ഇനി തന്ത്രിയെക്കുറിച്ച് നേരത്തെ തന്നെ ഇതേ വ്യക്തി, അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മകുമാറും ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. തന്ത്രിയെ ഇതുവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ട് നമുക്കറിയില്ല, മൊഴി കൊടുത്തു. ഇനി അപ്പുറത്തേക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ ഈ സോണിയാഗാന്ധിയുടെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ കൂടെ ഒറ്റയ്ക്കല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുമ്പോൾ അവിടെ പത്തനംതിട്ടയുടെ MP ആന്റോ ആന്റണി കൂടെയുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് കൂടെയുണ്ട്. മാത്രമല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ അതിലെ കൂടെ പോയപ്പോൾ എന്തെങ്കിലും പിന്നെ സോണിയാഗാന്ധി ഒന്ന് കണ്ടേക്കാം, ഒരു ചരട് കെട്ടി കൊടുക്കാം എന്ന് പറഞ്ഞ് കയറിയൊന്നും അല്ലല്ലോ. കോൺഗ്രസുമായിട്ടും നല്ല ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ കാലാകാലങ്ങളായിട്ട് ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തണമെങ്കിൽ CPM-ന്റെ പൂർണ്ണ പിന്തുണ വേണം, കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ വേണം. അത്തരത്തിൽ CPM-നെ കുറിച്ച് അന്വേഷണം വരുമ്പോൾ കോൺഗ്രസിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇതാണ് ഒരു പ്രധാന വിമർശനം. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആന്റോ ആന്റണിയും ഈ അടൂർ പ്രകാശും തമ്മിൽ എന്താണ് ബന്ധം? ആന്റോ ആന്റണി പത്തനംതിട്ട MP ആണ്. അപ്പോൾ ശബരിമല കേസിൽ ആന്റോ ആന്റണിക്ക് നിർണായകമായ റോൾ എടുക്കാൻ പറ്റുമോ? സോണിയാഗാന്ധി ഇവരിൽ ആരാണ് പരിചയപ്പെടുത്തിയത്? കാരണം ഈ കേരളത്തിലെ MP-മാരുടെ സഹായമില്ലാതെ സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ അടുത്തേക്ക് സാധാരണഗതിയിൽ ഒരു മലയാളിക്ക് ചെന്നുവിടാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ കീഴ്ശാന്തിയോ എന്നുള്ള രീതിയിൽ ആരോ സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തിയിട്ടാണ്. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭാര്യയും കൂടെ ചേർന്നാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ MP-മാർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ രീതിയിലൂടെ SIT-യുടെ അന്വേഷണം പോകേണ്ടതാണ്. പക്ഷെ പോകുന്നില്ല. എന്തായിരിക്കും കാരണം? പൊതുവെ കഴിഞ്ഞ ദിവസം കോടതിയുടെ നിരീക്ഷണം എന്താണ്? അന്വേഷണം നിലച്ചോ എന്നാണ് ചോദിച്ചത്. മാത്രമല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് വൻ സ്രാവുകളെ പിടിക്കാത്തത്? ഈ ചെറുമീനുകളെ പിടിച്ച് പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. പത്മകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കോടതി ഊന്നൽ നൽകി. പത്മകുമാർ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം എനിക്കൊപ്പം ഇരുന്ന 2 പേർ, ഒന്ന് ശങ്കരദാസും മറ്റൊന്ന് വിജയകുമാർ, ഇവരെ എന്താണ് ചോദ്യം ചെയ്യാത്തത്? അത് പത്മകുമാർ അന്ന് ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ചോദ്യം ചോദിച്ചു എന്നല്ലാതെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ട് ചോദ്യം ചോദിക്കുക? ആ ചോദ്യത്തിന് എന്തുകൊണ്ട് ഉത്തരം കിട്ടിയില്ല? കോടതി ഇപ്പോൾ വീണ്ടും ചോദിച്ചു, നിങ്ങളെന്തേ ശങ്കരദാസിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്ത? ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാലാണല്ലോ അറസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരുടെ മുന്നിലുള്ള തടസ്സം ശങ്കരദാസിൻ്റെ മകൻ DIG ആണ്. DIG SIT-യിൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞോ പറയാതെയോ, പറഞ്ഞും പറയാതെയൊക്കെ ആകാം. ഇപ്പോൾ ഒരു വലിയ നേതാവ് മരിച്ചാൽ ചിലപ്പോൾ ആളുകൾ ആ എന്താണ് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരണമെന്നില്ല. പക്ഷേ നേതാവിൻ്റെ അമ്മ മരിച്ചാൽ ഒരുപാട് ആളുകൾ വരും. കാരണം എന്താണ്? ഇയാളുടെ സ്വാധീനമാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഇവിടെ DIGയുടെ സ്വാധീനം കൊണ്ടാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയത്തിൻ്റെ രീതികളനുസരിച്ചിട്ട് സ്വാധീനമുള്ള ഇടങ്ങളിലേക്കൊന്നും പോലീസ് ചെല്ലാറില്ല എന്നുള്ളതാണ്. ഇതാണ് കോടതി ചോദിച്ചത്, നിങ്ങൾ എന്തേ അയാളെ അറസ്റ്റ് ചെയ്യുക? അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, പലരെയും അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, പലരെയും ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ കോടതി പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തത്, അല്ലേ? ഒന്ന് സ്വർണം വാങ്ങിയവനെ, സ്വർണം കൊടുത്തതിനെ.
പങ്കജ് ഭണ്ഡാരി അങ്ങനെ അറസ്റ്റ് ചെയ്തു. കോടതിയുടെ ഒരു ശബ്ദം ഉയർന്നപ്പോൾ പെട്ടെന്ന് അവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അപ്പം സമൂഹം വിചാരിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇതിലുള്ള അന്വേഷണമൊന്നും ശരിയായ രീതിയിലേക്ക് ഇനി മുന്നോട്ട് പോകില്ല എന്ന്. ഇലക്ഷന് വരെയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നിന്നു. അവർക്ക് ഇനി താല്പര്യമില്ല. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി ഒരു മാസം മുമ്പ് ഈ സാധനം ഒന്ന് കത്തിച്ചാൽ കൊള്ളാം എന്ന് BJPക്കും കോൺഗ്രസിനും ചിലപ്പോൾ തോന്നിയേക്കാം. ഇപ്പോൾ ഇതൊക്കെ മുഴുവനും ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അവസാനിക്കാൻ പോവുകയാണോ എന്ന ഒരു സംശയമാണ്, നിഗമനമാണ് ഈ വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരിയാണ്. ഈ പിന്നെ CPMലേക്ക് അല്ലെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടുകൃഷി ഇതിൻ്റെ അകത്ത് ശബരിമല കൊള്ളയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് കോൺഗ്രസിനും BJPക്കും CPMനെതിരെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ശബരിമല വിഷയം. നേരത്തെ യുവതീ പ്രവേശനമൊക്കെ നടത്തി, ആചാര ലംഘനം നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയവർ അയ്യപ്പൻ്റെ സ്വർണം കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും അന്വേഷണം നടക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല ഇന്ന് വരെ ആരും സ്പെസിഫിക് ഒരു എമൗണ്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ രമേശ് ചെന്നിത്തല പറയുന്നത് 500 കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെ അറിയാം? അത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടത്. കാരണം രമേശ് ചെന്നിത്തല ഒരു കാലത്ത് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമതലയേറ്റിരുന്ന ഒരാളാണ്, ആ വകുപ്പ് ഭരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഇൻ്റലിജൻസ് വിവരങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കേണ്ട ഇൻ്റലിജൻസ് രേഖകൾ ഇതെല്ലാം തന്നെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് ഇത്രയും കാലം അത് മറച്ചു വെച്ചു? അതിനുള്ള ഉത്തരവാണ് നേരത്തെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ പറയുന്ന ആൻ്റണിയുടെ സാന്നിധ്യത്തിൽ ഈ പോറ്റി നിൽക്കുന്നത്. എന്തിനാണ് അവിടെ നിന്നത്? ഈ അടൂർ പ്രകാശിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നത്. ഈ അടൂർ പ്രകാശ് ഈ കോന്നിയിൽ MLA ആയിരുന്നു. ഇവർക്ക് പത്തനംതിട്ടയുമായിട്ട് നല്ല ബന്ധമുണ്ട്, സ്വാഭാവികമായിട്ടും ശബരിമലയുമായിട്ടും ബന്ധമുണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോറ്റിയെ ആരാണ് ഇവർ പരിചയപ്പെടുത്തിയെന്നുള്ള കാര്യം ഇവിടെ അന്വേഷിച്ച് പുറത്തു വരണ്ടാകും. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചു. ഇത് തന്നെയാണ് ഈ രമേശ് ചെന്നിത്തല പറയുന്നത്. അതായത് 500 കോടി രൂപയുടെ തരത്തിൽ വലിയൊരു അട്ടിമറി അല്ലെങ്കിൽ വലിയൊരു അഴിമതി നടന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണപ്പാളികളുടെ മൂല്യം എന്ന് പറയുന്നത് വിശ്വാസ്യതയ്ക്ക് കിട്ടുന്ന മൂല്യമാണ്, അല്ലാതെ ഇത് വേറെ എവിടെയും നിൽക്കുന്ന സ്വർണത്തിന്റെ മൂല്യമല്ല. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ സോണിയാഗാന്ധിയുടെ സഹോദരി അവര് ഇറ്റലിയിൽ 2 പുരാവസ്തു കടകൾ നടത്തുന്നുണ്ട്. അതിൽ ഒന്നിന്റെ പേര് ഗണപതി എന്നാണ്. ഒരു പുരാവസ്തു കടയുടെ പേര് ഗണപതി എന്നാണ്. ആ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉള്ള ഏറ്റവും വിലയേറിയ പാരമ്പര്യമുള്ള പിന്നെ പുരാവസ്തുക്കൾ അവിടെ കൊണ്ടെത്തിച്ച് കച്ചവടം നടത്തുക എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കട അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ കോൺഗ്രസിന് ഇതിൻ്റെ അകത്ത് ചില ഒളിച്ചു വെക്കലുകൾ ഉണ്ട് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ സോണിയാഗാന്ധി സംബന്ധിച്ചിടത്തോളം രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവരൊരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അവരുടെ കുടുംബം ആ രീതി പിന്തുടരുന്ന ആരാണെന്ന് അവർ ഈ പേര് ഗണപതി എന്നൊരു പേരിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പുരാവസ്തുമായി ബന്ധപ്പെട്ട ഒരു കട തുടങ്ങണമെങ്കിൽ അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ സോണിയാഗാന്ധിയുടെ മരുമകൻ വാദ്രയ്ക്കും ഇതേ കച്ചവടം തന്നെയാണ് വിദേശങ്ങളിലും ഇന്ത്യയിലുമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇതിൽ പങ്കുണ്ട്, കുറെ കാര്യങ്ങൾ അറിയാം. അത് മൂടി വെക്കാൻ വേണ്ടി ഇപ്പോൾ ഈ വിഷയം കോൺഗ്രസ് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നാൽ അത് CPM അവർക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നടിക്കുമോ എന്നുള്ള ഭയമായിരിക്കണം, അല്ലേ? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ രാഷ്ട്രീയ കക്ഷികൾ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏതെങ്കിലും തരത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം പല കാര്യങ്ങളും. ഇപ്പോൾ അറസ്റ്റ് നടക്കുന്ന സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ ചോദ്യം ചെയ്യാൻ ഒരാളെ വിളിച്ചാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ. ആ ചോദ്യം ചെയ്യാൻ വിളിക്കാതിരിക്കുന്നതിൻ്റെ പേരിലാണ് ശങ്കരദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ഈ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുക, അവരെയും വിളിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ചെറിയ പരാമർശങ്ങൾ. നമ്മൾ ഈ കേസിൻ്റെ പൊതു സ്വഭാവത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഇതുവരെയായിട്ട് കാതലായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. ചെമ്പല്ല, ഇത് സ്വർണമല്ല ചെമ്പാണ് എന്ന് രജിസ്റ്ററിൽ എഴുതിയെന്നുള്ളതും മാത്രമാണ് ആകെ ഉള്ള തെളിവെന്ന് പറയുന്നത്. അപ്പോൾ വാസു അദ്ദേഹത്തിൻ്റെ ജാമ്യം ആവശ്യപ്പെട്ട സമയത്ത് ഇത് സ്വർണമാണെന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ചോദിച്ച കോടതിയോട്. സ്വർണമാണെങ്കിലുള്ള സ്വർണം മാറ്റി ചെമ്പാക്കിയതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ തെറ്റുണ്ടാവുള്ളൂ. ഇത് ചെമ്പ് തന്നെയാണ്, ഞാനതുകൊണ്ട് ചെമ്പെന്ന് എഴുതി, അത്രേ ഉള്ളൂ. സ്വർണമാണെന്നുള്ള രേഖ എവിടെ എന്നുള്ളതാണ്. ഈ രേഖ കിട്ടണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക്
ഇത് നൽകിയ വ്യക്തി ആരാണോ അദ്ദേഹത്തിലേക്ക് ചെല്ലേണ്ടി വരുമല്ലോ. എന്ന് പറഞ്ഞാൽ വിജയ് മല്യയിലേക്ക് പോകേണ്ടി വരും. അതൊക്കെ വേണ്ടി വരും. ജയമല്യ അവിടെ പോയി CBI-ക്കല്ലേ അതായത് ദേവസ്വം അപ്പൊ ബോർഡിന്റെ അവർക്ക് ഇവർക്ക് പറ്റില്ല. SIT കയറിയിട്ട് പറ്റില്ല. വലിയ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അയാളോട് സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോടതി തന്നെ ഇതിൻ്റെ അകത്ത് മുൻകൈ എടുത്ത് ഇതിൻ്റെ അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത പോലെ കോടതി തുടക്കത്തിൽ തന്നെ ചോദ്യം ഒന്ന് ചോദിച്ചിരുന്നു. എന്താണ് ചോദിച്ചിരുന്നത്? ഇതിൻ്റെ പിന്നിൽ പുരാവസ്തു കൊള്ളക്കാരുണ്ടോ എന്നാണ്, അല്ലേ? അന്താരാഷ്ട്ര പുരാവസ്തു കൊള്ളക്കാരുണ്ടെന്ന് കോടതിയാണ് ആദ്യം പറഞ്ഞത്. അതെ. അപ്പോൾ കോടതിക്ക് അങ്ങനത്തെ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു മുൻവിധി ഈ വിഷയത്തിലുണ്ടെങ്കിൽ ആ രീതിയിൽ കൂടി അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതിയാണ് പോകേണ്ടത്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഇപ്പൊ ഈ പറയുന്ന രേഖകളിലെല്ലാം തന്നെ ചെമ്പാണെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാസു സുഖമായിട്ട് ഈ കേസിൽ നിന്ന് ഊരിപ്പോകും. കാരണം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ പറയുന്നത് ഇതിനകത്തെല്ലാം ചെമ്പാണ് ശരി, എല്ലാവരും ഊരിപ്പോവില്ല, ഊരിപ്പോകും. അപ്പൊ ഇതിനകത്ത് കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സ്വർണ്ണമാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ സ്വർണ്ണപ്പാളി ആണ് അവിടെ ഉണ്ടായിരുന്നെന്ന് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം ഇവർക്ക് ആർക്കും തന്നെ ഒരു പരിക്കും ഉണ്ടാവില്ല. കാരണം ഇവരാകെ വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ജയശ്രീ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അധിക വാചകം ഒന്ന് എഴുതിയെന്ന് മാത്രമാണല്ലോ പറയുന്നതിൻ്റെ അകത്ത്. അതെ. അല്ലാണ്ട് വേറെന്ത് എന്താണ് ഇതിൻ്റെ അകത്ത് ഇവരെയൊക്കെ കുറ്റക്കാരായിട്ട് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമാണ്. അത് പോരാ, അതിനേക്കാൾ അഗാധമായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിനകത്തേക്ക് കടക്കേണ്ടതുണ്ട്. കോടതി തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകണം. പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ വളരെ പ്രമുഖനായിട്ടുള്ള എൻ്റെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ളൊരു DSPയുടെ നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഈ രമേശ് ചെന്നിത്തല 500 കോടിയുടെ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യാന്തര റാക്കറ്റിൻ്റെ കാര്യം പരാമർശിച്ചത് ഇവിടെയാണ്. ഈ സോണിയാഗാന്ധിയുടെ സഹോദരി ഇറ്റലിയിൽ ഒരു ആൻറ്റിക് ഷോപ്പ് നടത്തുന്നു. ഈ ആൻറ്റിക് ഷോപ്പിലേക്ക് എങ്ങനെയാണ് ഈ കേരളത്തിലെ തമിഴ്നാട്ടിലെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ പോലും അവിടെ എത്തുന്നു? ഈ രീതിയിലുള്ള ചില പരാമർശങ്ങളുണ്ട്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എത്തി? അപ്പോൾ ഒറിജിനലിനെ മാറ്റിയിട്ട് അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ സ്ഥാപിക്കാം. എന്നിട്ട് ഈ ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ഈ പുരാവസ്തു പരിശോധകരുടെ മുമ്പിലേക്ക് എത്തിച്ചാൽ അവർ പറയും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഒറിജിനൽ സാധനം ഡ്യൂപ്ലിക്കേറ്റ് എന്ന സർട്ടിഫിക്കറ്റുമായിട്ട് കടൽ കടന്നു പോകാം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി ഒരു കിരീടം വെക്കാത്ത പ്രധാനമന്ത്രിയായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും അവരുടെ മരുമകനായ റോബർട്ട് വാദ്രയ്ക്കും ഗ്രീൻ ചാനൽ വഴി കടന്നു പോകാം. ഇവർ കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് യാതൊരുവിധ പരിശോധനയും എയർപോർട്ടുകളിൽ ഉണ്ടാകാതിരിക്കാം. അത്തരം ഒരു നീക്കം നടത്താൻ വളരെ എളുപ്പത്തിൽ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഏതാണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചു. അന്നൊക്കെ ഇത് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അങ്ങോട്ടേക്കൂടെ വ്യാപിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ചെമ്പും സ്വർണവും ഒക്കെ വേർതിരിച്ച് കൃത്യമായിട്ട് അറിയാനുള്ള സാധ്യതയില്ലേ? ഇതൊരു അമിതമായ നിഗമനമായിട്ടൊക്കെ ആളുകൾ വേണമെങ്കിൽ കണ്ടേക്കാം. കാരണം ഇത് ശരിയായിരിക്കാം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോകുമ്പോൾ അത് അമിതമായിട്ടുള്ള നമ്മളുടെ ഒരു നിഗമന പ്രേമം കൊണ്ട് പോകുന്നതാണെന്ന് കൂടി വേണമെങ്കിൽ വിമർശനം ഉയർന്നു വന്നേക്കാം. അല്ല, അങ്ങനെ നമ്മൾ പറയുന്നതല്ല, ഇത് രമേശ് ചെന്നിത്തല. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയാണ് ഇതിന് അദ്ദേഹത്തിന്റെ അതേ വ്യവസായിയെ കൊണ്ട് അതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആ വ്യവസായ കാര്യം പറയുന്നില്ല. ഞാനൊരു വ്യവസായിയെ സംസാരിച്ചപ്പോഴാണ് ഈ വിവരം കിട്ടിയത് രമേശ് ചെന്നിത്തല പറയും. അതെ, ആ വ്യവസായി മൊഴി കൊടുത്തുന്നുണ്ടല്ലോ. അതെ, അയാളുടെ മൊഴി എന്താണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. കോടതി പറയുന്നത് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. രമേശ് ചെന്നിത്തല ആ കാര്യങ്ങൾ പറഞ്ഞു, വ്യവസായിയെ ഹാജരാക്കി. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത്? ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ്, മുന്നോട്ട് നീങ്ങുന്നില്ല. അതെ, എന്തായാലും കാത്തിരുന്ന് കാണാം.